കണ്ണൂർ മുത്തങ്ങയിലെ ഭൂസമരം നമുക്കെല്ലാവർക്കും അറിയാം. 21 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഭൂസമരം അവിടെ ഉണ്ടായത്. അവിടെ ട്രൈബിലെ നേതാക്കന്മാരായ ജാനുവും ഗീതാനന്ദനും നേതൃത്വം കൊടുത്ത ഭൂസമരത്തിൽ ബാബുവിൻ്റെ KV ബാബു എന്ന ഒരു സർക്കാർ ജീവനക്കാരൻ്റെ അനിയൻ വിനോദ് എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടു. ഭൂസമരത്തിലെ സമയം പോലീസ് ഭൂമി വെട്ടിപ്പിടിക്കുന്നത് തടയാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അങ്ങനെ വിനോദ് എന്ന പോലീസുകാരൻ കൊല്ലപ്പെടുകയും ചെയ്യും. 21 വർഷം മുമ്പാണ്. എന്തായാലും അതിൻ്റെ വിധി കഴിഞ്ഞ ദിവസം വന്നു. വിനോദിൻ്റെ പിതാവ് തൻ്റെ മകന് സംഭവിച്ച ദുര്യോഗത്തിൽ വിഷമിച്ച് മാനസികമായി തകർന്ന് നേരത്തെ മരണപ്പെട്ടു. അദ്ദേഹം മകൻ്റെ കൊലപാതകികളെ ശിക്ഷിക്കുന്നത് കാത്ത് വീട്ടിലെ കിടപ്പിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് ആ വിധി വന്നില്ല. 21 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം വിനോദിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. പ്രായാധിക്യത്തിൽ തന്നെയാണ്, അവശതയാണ്. വിനോദിൻ്റെ ജ്യേഷ്ഠൻ KV ബാബു, അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി ചില പത്രക്കാരോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലപ്പെടുകയാണ് ഡ്യൂട്ടി സമയത്ത്. സർക്കാർ തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥൻ്റെ കുടുംബം, അവരുടെ കുടുംബാംഗങ്ങളെ, ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആശ്രിത നിയമനം സാധാരണഗതിയിൽ കൊടുക്കുന്നതാണ്. പക്ഷേ വിനോദിൻ്റെ കയ്യിലെ ജ്യേഷ്ഠന് സർക്കാർ ജോലി മെറിറ്റ് കിട്ടിയതാണ്, PSCന്ന് കിട്ടിയതാണ്. മറ്റൊരു സഹോദരിക്കും PSCന്ന് സർക്കാർ ജോലി കിട്ടിയതാണ്. അതുകൊണ്ട് ആശ്രിതർ മറ്റാരുമില്ല. അതേസമയത്ത് അവർക്ക് വേണ്ട സംരക്ഷണം, സാമ്പത്തികമായ സഹായങ്ങളൊന്നും ലഭിച്ചിട്ടുമില്ല. സർവീസിലിരുന്ന് കൊല്ലപ്പെട്ടു. ഭൂസമരത്തിൽ സർക്കാരിൻ്റെ ഭൂമി സംരക്ഷിക്കാനും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പലർക്കും പരിക്കേറ്റു വന്നു. ഭൂസമരത്തിൽപ്പെട്ട ഒരാളും ആ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വിനോദ് എന്ന പോലീസുകാരൻ ഡ്യൂട്ടി സമയത്ത് അദ്ദേഹത്തിനെ അവർ കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിനെ കൊന്ന ആ പ്രതി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എങ്കിലും കഴിഞ്ഞ 21 വർഷമായിട്ട് ആ കേസിൻ്റെ ട്രയൽ നടക്കുന്നു. ഇപ്പോൾ 5 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. ജാനുവിനെയും ഗീതാനന്ദ ഉൾപ്പെടെ 5 പേരെ ശിക്ഷിച്ചതായിട്ടാണ് ഇപ്പം വരുന്ന വാർത്ത. എന്തായാലും ആശ്രിത നിയമനം നൽകിയില്ലെങ്കിലും ആ കുടുംബത്തിന് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബാധ്യസ്ഥരാണ്. അവർക്ക് ആശ്രിത നിയമനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അമ്മ ഇപ്പോഴും സങ്കടപ്പെട്ട് മകനെ ഓർത്ത് വിലപിച്ച് വീട്ടിൽ കിടക്കുകയാണ്. മകൻ്റെ ഘാതകർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കില്ലേ, ശിക്ഷ കിട്ടില്ലേ എന്നാണ് അമ്മ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പം തങ്ങളുടെ മകനെ രാജ്യത്തിന് വേണ്ടി, പോലീസിന് വേണ്ടി, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി കുരുതിക്ക് കൊടുക്കുകയായിരുന്നു എന്നാണ് അമ്മ വിലപിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആശ്രിത നിയമനമല്ല, ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം, നഷ്ടപരിഹാരം, കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടം, അതിന് ഏറ്റവും കുറഞ്ഞത് 1 കോടി രൂപയെങ്കിലും ആ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ഇപ്പം കൊടുക്കുന്നതാണ് നല്ലത്. സർക്കാർ ആ രീതിയിലേക്ക് പുതിയ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കും. 21 വർഷമായിട്ട് ആ കുടുംബം കണ്ണീർ വാഴ്ത്തി കഴിയുകയാണ്. പിതാവ് മകൻ്റെ ഘാതകരെ ശിക്ഷിക്കുന്ന ഓർത്ത് കുറേ നാൾ ജീവിച്ച ശേഷം മരണമടഞ്ഞു. അതുകൊണ്ട് ഇതുപോലെ ഉള്ള സന്ദർഭങ്ങളിൽ സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു സഹായവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കുക. ബാക്കി നിയമപരമായ പ്രശ്നങ്ങളിലേക്കൊന്നും സർക്കാർ ഇനി പോകണ്ട. കാരണം ആശ്രിത നിയമനത്തിന് അവകാശികളില്ല, ആരും അത് ക്ലെയിം ചെയ്യുന്നില്ല. അവരുടെ സ്വയം പ്രയത്നത്തിലാണ് ആ 2 സഹോദരിയും ജോലി കിട്ടിയത്. ഏതായാലും വിനോദിൻ്റെ കുടുംബത്തിനും അംഗങ്ങൾക്കും ഉണ്ടായ നഷ്ടത്തിന് ഏറ്റവും കുറഞ്ഞത് സർക്കാർ 1 കോടി രൂപ കൊടുത്ത് ഈ പ്രശ്നം തീർക്കണം എന്നാണ് എൻ്റെ അപേക്ഷ.